അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മദീന റൗളയും മുത്തുനബിതങ്ങളും മുത്തുനബിയുടെ സഹാബത്തും ചരിത്രങ്ങൾ ഏറെ പറയാനുണ്ട്. അതിൽ ഓരോ സഹാബത്തിനെ കുറിച്ചിട്ട് പേജുകൾ മറിക്കുകയാണെങ്കിലും ഓരോരുത്തരുടെയും ഇസ്ലാമിലേക്കുള്ള കടന്നുവരവാകട്ടെ, അതിനുശേഷമുള്ള ജീവിതമാകട്ടെ, എത്രയോ ചാപ്റ്ററുകൾ മറിച്ചിടാനുള്ള, കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള അനുഭവങ്ങൾ, അവരുടെ കഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അതിൽ അടിമയായിരിക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളാണ് ബിലാൽ ഇബ്നു റവാഹ് എന്നുള്ളത്. ബിലാൽ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരുന്ന രംഗം എന്നുള്ളത് അത്രയും ഭയാനകമായിട്ടുള്ള അനുഭവങ്ങളോടെ കടന്നിട്ടാണ്. ഇസ്ലാം സ്വീകരിച്ചെന്നതിൻ്റെ പേരിൽ തൻ്റെ യജമാനൻ അത്രയും വലിയ കല്ലും ശരീരത്തിലേറ്റിയിട്ട് മരുഭൂമിയിലൂടെ ബിലാൽ റളിയല്ലാഹുവിനെ വലിച്ചു വെക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു ഓടി വന്നിട്ട് ബിലാൽ റളിയല്ലാഹുവിന് ഒരു വിലയും കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ അവിടെ നിന്ന് നബിതങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന അവസ്ഥയുണ്ട്. തനിക്ക് ധരിക്കാൻ വസ്ത്രങ്ങളില്ല, എന്നിട്ട് പോലും ബിലാൽ റളിയല്ലാഹു ഉള്ള വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചുകൊണ്ട് നബിതങ്ങളുടെ അടുക്കളയിലേക്ക് വന്നിട്ട് പറയാണ്, നബി, ഈ രാത്രിയിലെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ, പകലിറങ്ങിയാൽ എൻ്റെ യജമാനൻ കാണും, അതല്ലെങ്കിൽ ഞാൻ ഈ ഇസ്ലാം സ്വീകരിച്ചെന്ന് അറിഞ്ഞാൽ എനിക്ക് കുറേ ഭയാനകതകൾ, കുറേ തൊയ്കൾ ഏൽക്കേണ്ടി വരുമെന്നുള്ള പേടിയാലാണ് ഉള്ള വസ്ത്രവും ഉള്ളതും ധരിച്ചുകൊണ്ട് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളുടെ അടുക്കളയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ആ ബിലാൽ റളിയല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി അറിയുന്ന സമയം മദീനയിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. നബിയുടെ വഫാത്ത് എന്നുള്ളത് ഒരു സ്വഹാബത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഉമർ റളിയല്ലാഹു ആ സമയത്തിൽ വാളേന്തി നടന്നതായിരുന്നു നബി തങ്ങൾ മരിക്കില്ലെന്ന് പറഞ്ഞിട്ട്. അതിനെ കൺവിൻസ് ചെയ്യാൻ അവിടേക്ക് വന്നിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. ഏതൊരു മനുഷ്യനും മരണമുണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, നബിതങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുമെന്നുള്ളത് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു കടന്നു വരികയായിരുന്നു. എല്ലാ സ്വഹാബത്തിനെയും ഏറെ വേദനിപ്പിച്ച, അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു നബിതങ്ങളുടെ അള്ളാഹുവിലേക്കുള്ള മടക്കെന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ബിലാൽ റളിയല്ലാഹുവിനും. ഈ ബിലാൽ റളിയല്ലാഹു ആ സമയത്ത് നബിതങ്ങളെ വഫാത്തായത് മുതൽ ഞാൻ മദീന വിട്ടു പോവുകയാണ്, നബിതങ്ങളില്ലാത്ത മദീനയിലേക്ക് ഇനി ഞാനില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മദീനയിൽ നിന്നും തൻ്റെ ചവിട്ടടികൾ ഓരോന്ന് വെച്ചുകൊണ്ട് മദീന പട്ടണത്തിൽ നിന്നും ബിലാൽ റളിയല്ലാഹു നീങ്ങിപ്പോയിട്ട് ഒരിക്കൽ നബിതങ്ങൾ സ്വപ്നത്തിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹുവിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബിലാലെ, എന്താണ് ഈ മദീനയിൽ വന്നിട്ട് ബാങ്ക് വിളിക്കാത്തത്? നിനക്കെന്തേ, നീ എന്നോട് പിണക്കമാണോ എന്ന് നബിതങ്ങളെ ചോദിച്ചിട്ട്, അപ്പോൾ ബിലാൽ റളിയല്ലാഹു, നബി, നിങ്ങളില്ലാത്ത മദീനയിലേക്ക് എനിക്ക് വരാൻ കഴിയില്ലെന്ന് പറയുന്ന ബിലാൽ റളിയല്ലാഹുവിനോട് നീ പോയിട്ട് ബാങ്ക് വിളിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു മദീനയിലേക്ക് കടന്നു ചെല്ലാണ്. മദീനയിലേക്ക് കടന്നു ചെന്ന ബിലാൽ റളിയല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളി തുടങ്ങിയിട്ടേ ഉള്ളൂ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുച്ചരിക്കാൻ ആ ബിലാൽ റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു ആ ബിലാൽ റളിയല്ലാഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടെന്നുള്ളത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ഉച്ചരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു വീണു പോകുകയാണ്. ഇത്ര മനോഹരാണല്ലേ നബിതങ്ങളില്ലെന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും മദീനയിലേക്ക് വന്ന ബിലാൽ റളിയല്ലാഹു നബിതങ്ങളുടെ പേര് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നബിയോടുള്ള ഹുബ്ബ് ആ ബിലാൽ റളിയല്ലാഹുവിനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഓരോ സ്വഹാബത്തിലും അത്രയും ഹുബ്ബ് ഉണ്ടായിരുന്നു. ആ ഹുബ്ബ് നാം ഓരോ മനുഷ്യരിലും കടന്നു വരേണ്ടതായുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബിതങ്ങളുടെ ഒരു ഹദീസ് തന്നെയുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മറ്റെല്ലാ കാര്യങ്ങളെക്കാളും എന്നെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നില്ലേ. ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എപ്പോഴും സ്വലാത്ത് പതിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.